നമുക്ക് ഈ ലെക്ചറിൽ സബ്അറേ വിത്ത് ഗിവൺ സം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഗിവൺ ആൻ അറേ ആൻഡ് ഇൻറ്റീജർ k, ഫൈൻഡ് എ സബ്അറേ ദാറ്റ് ആഡ്സ് ടു k. ഇൻപുട്ട് 1, 4, 20, 3, 10, 5. k equal to 33. ഔട്ട്പുട്ട് 2, 4. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒരു സബ്അറേ ഫൈൻഡ് ചെയ്യണം. ആ സബ്അറേയുടെ എലമെൻസിൻ്റെ സമ്മ് k ആയിരിക്കണം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻഡെക്സ് 2 തൊട്ട് ഇൻഡെക്സ് 4 വരെയുള്ള എലമെൻസിൻ്റെ സമ്മെന്ന് പറഞ്ഞാൽ 33 ആണ്. ഇൻഡെക്സ് 2 തൊട്ട് ഇൻഡെക്സ് 4 വരെയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാ? 20, 3, 10. 20 + 3 + 10 എന്ന് പറഞ്ഞാൽ 33 ആണ്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 2, 4 എന്ന് കിട്ടി. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? കമ്മിങ് ടു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്. നമ്മൾ എല്ലാ സബ്അറേസും എടുക്കും ഇവിടെ തന്നിരിക്കുന്ന ഇൻപുട്ടിൻ്റെ. എന്നിട്ട് എന്താ ചെയ്യുക? അതിൻ്റെ ഓരോന്നിൻ്റെ സമ്മ് k ആണോ എന്ന് നോക്കും. സമ്മ് k ആണെങ്കിൽ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. ഫോർ i ഇൻ റേഞ്ച് ഓഫ് 0 to n. ഇവിടെ i ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആണ്. കറണ്ട് സം ഈക്വൽ ടു 0. ഫോർ j ഇൻ റേഞ്ച് ഓഫ് i to n. കറണ്ട് സം പ്ലസ് ഈക്വൽ ടു array of j. If current sum equal to k, return ij. ഈ ഫോർ ലൂപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻഡിങ് ഇൻഡെക്സ് ആണ്. j എന്ന് പറഞ്ഞാൽ എൻഡിങ് ഇൻഡെക്സ് ഓഫ് എ സബ്അറേ ആണ്. നമ്മൾ ഈ കറണ്ട് സം എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിച്ച് ഓരോ സബ്അറേയുടെയും സമ്മ് കണ്ടുപിടിക്കും സ്റ്റാർട്ടിങ് വിത്ത് i. എന്നിട്ട് ആ കറണ്ട് സം ഈക്വൽ ടു k ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും, ഐയും ചെയ്യും. ഇനി നമുക്ക് തന്നിരിക്കുന്ന സമ്മുള്ള ഒരു സബ്അറേ ഇല്ലെങ്കിൽ നമ്മൾ -1 റിട്ടേൺ ചെയ്യും. ഇതിന് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n² ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1. നമുക്ക് പ്രിഫിക്സ് സം ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെ ടൈം കോംപ്ലക്സിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന അറേ. 1, 4, 20, 3, 10, 5. kയുടെ വാല്യൂ 33. ഇതിന്റെ പ്രിഫിക്സ് സം അറേ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. പ്രിഫിക്സ് സം ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 1 + 4 5. പ്രിഫിക്സ് സം ഓഫ് 2 എന്ന് പറഞ്ഞാൽ 25 ആണ്. 1 + 4 + 20. പ്രിഫിക്സ് സം ഓഫ് 3 28. പ്രിഫിക്സ് സം ഓഫ് 4 38. പ്രിഫിക്സ് സം ഓഫ് 5 43. അങ്ങനെ നമുക്ക് പ്രിഫിക്സ് സം അറേ കിട്ടി. സം ഓഫ് എലമെന്റ്സ് ഫ്രം ഇൻഡെക്സ് i to j ഈക്വൽ ടു പ്രിഫിക്സ് സം ഓഫ് j മൈനസ് പ്രിഫിക്സ് സം ഓഫ് i - 1 ഇഫ് i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽ ടു പ്രിഫിക്സ് സം ഓഫ് j ഇഫ് i ഈക്വൽ ടു 0. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനെ k ഈക്വൽ ടു പ്രിഫിക്സ് സം ഓഫ് j മൈനസ് പ്രിഫിക്സ് സം ഓഫ് i - 1 ഇഫ് i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 k ഈക്വൽ ടു പ്രിഫിക്സ് സം ഓഫ് j ഇഫ് i ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലത്തെ സോൾവ് ആക്കാമെന്ന് നോക്കാം. ഇവിടെ ഒരു അറേ ഉണ്ട്, കറസ്പോണ്ടിങ് പ്രിഫിക്സ് സം അറേ ഉണ്ട്. 1, 4, 20, 3, 10, 5 ആണ് നമ്മുടെ അറേ. kയുടെ വാല്യൂ 33 ആണ്. പ്രിഫിക്സ് സം അറേ 1, 5, 25, 28, 38, 43 ആണ്. ഈ പ്രിഫിക്സ് സം അറേ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അറേന്ന് സബ്അറേ വിത്ത് ഗിവൺ സം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മൾ ഈ പ്രിഫിക്സ് സം അറേയിലൂടെ ഐട്രേറ്റ് ചെയ്യും ഒരു വേരിയബിൾ j ഉപയോഗിച്ചിട്ട്. എന്നിട്ട് എന്താ ചെയ്യുക? സി ഇഫ് പ്രിഫിക്സ് സം ഓഫ് j ഈക്വൽ ടു k. പ്രിഫിക്സ് സം ഓഫ് j ഈക്വൽ ടു k ആണോ എന്ന് നോക്കും. പ്രിഫിക്സ് സം ഓഫ് j ഈക്വൽ ടു k ആണെങ്കിൽ നമ്മൾ 0 to j റിട്ടേൺ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രിഫിക്സ് സം അറേയിലൂടെ ഇങ്ങനെ ഐട്രേറ്റ് ചെയ്യുന്നു. ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ പ്രിഫിക്സ് സം അറേയിലുള്ളത് ഈക്വൽ ടു k ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് വേണ്ട സബ്അറേ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് j വരെയുള്ള സബ്അറേ ആണെന്നല്ലേ. അതുകൊണ്ട് നമ്മൾ 0j റിട്ടേൺ ചെയ്യും. ഇനി കണ്ടില്ലെങ്കിലോ? വി വിൽ സീ ഇഫ് പ്രിഫിക്സ് സം ഓഫ് j - k. പ്രിഫിക്സ് സം ഓഫ് j - k എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് സം ഓഫ് i - 1 ആണ്. എക്സിസ്റ്റ് ഇൻ പ്രിഫിക്സ് സം അറേ ഫ്രം 0 to j - 1. നമ്മളൊരു ഇൻഡെക്സ് 4ൽ നിൽക്കുകയെന്ന് വിചാരിച്ചോ. jയുടെ വാല്യൂ ഇപ്പോൾ 4 ആണേ. നമ്മൾ നോക്കുന്നത് എന്താ? പ്രിഫിക്സ് സം ഓഫ് j - k 38 - 33. പ്രിഫിക്സ് സം ഓഫ് j എന്ന് പറഞ്ഞാൽ 38 ആണ്. k എന്ന് പറഞ്ഞാൽ 33 ആണ്. അന്നേരം 38 - 33 5. ഈ അറേയില്, ഈ പ്രിഫിക്സ് സം അറേയില് 0 തൊട്ട് 3 വരെ എന്ന് പറഞ്ഞാൽ 0 to j - 1
വരെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ഇഫ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് ഇൻഡെക്സ് എൽ, we know L equal to I minus 1, so we will return L plus 1 and j. നമ്മൾ ഈ ഫോർത്ത് ഇൻഡെക്സിൽ നിൽക്കുകയായിരുന്നു. നമ്മൾ 38 മൈനസ് 33 5 0 തൊട്ട് 3 വരെയുള്ള ഇൻഡെക്സിൽ ഉണ്ടോ എന്ന് നോക്കി. അന്നേരം 5 ഇവിടെ ഉണ്ട്. 5 ഫസ്റ്റ് ഇൻഡെക്സിലുള്ള. അന്നേരം നമ്മൾ എന്താ റിട്ടേൺ ചെയ്യുക? 2 തൊട്ട് 4 വരെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഈ അറയില്ലേ, അറയിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും 2 തൊട്ട് 4 വരെയുള്ള സബ്അറേയുടെ സമ്മ് 33 ആണ്. 20 പ്ലസ് 3 പ്ലസ് 10 33 ആണ്. ഇതാണ് നമ്മുടെ ഐഡിയ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള പ്രിഫിക്സ് സം അറേ വെച്ച്. നമുക്ക് ഇതിന്റെ കോഡ് നോക്കാം. പ്രിഫിക്സ് സം ഈക്വൽ ടു 0 ഇൻറ്റു ലെങ്ത് ഓഫ് അറേ, പ്രിഫിക്സ് സം ഓഫ് 0 ഈക്വൽ ടു അറേ ഓഫ് 0 ഫോർ I in range of 1 to ln of array, prefix sum of I equal to prefix sum of I minus 1 plus array of I. ഇവിടെ നമ്മൾ ഒരു prefix sum array കൺസ്ട്രക്ട് ചെയ്തെടുത്തു. For j in range of 0 to length of array, if prefix sum of j equal to k. j വരെയുള്ള 0 തൊട്ട് j വരെയുള്ള prefix sum k ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും 0 to j. For L in range of 0 to j, if prefix sum of j minus k equal to array of L, return L plus 1 j. 0 തൊട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? 0 തൊട്ട് j മൈനസ് 1 വരെയുള്ള ഇൻഡെക്സിൽ പ്രിഫിക്സ് സം ഓഫ് j മൈനസ് k ഉണ്ടെങ്കിൽ നമ്മൾ L പ്ലസ് 1 j റിട്ടേൺ ചെയ്യുന്നു. ഇനി സബ്അറേ വിത്ത് സം k ഇല്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്യുന്നു. ഈ ഒരു സൊല്യൂഷന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n. പഴയ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ചെയ്യുന്ന ഒട്ടും തന്നെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n സ്ക്വയർ വരാൻ മെയിൻ കാരണം ആരാണ്? ഇവിടെയുള്ള ഈ ഫോർ ലൂപ്പ് ആണ്. 4L in range 0 to j എന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് കാരണമാണ് ഈ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n സ്ക്വയർ ആയത്. ഈ ഫോർ ലൂപ്പിനെ എങ്ങനെയും റിമൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഇംപ്രൂവ് ആക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. How to reduce time complexity? Use current sum variable instead of prefix sum array. നമ്മൾ current sum എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്യും prefix sum arrayക്ക് പകരം. ഈ current sumന്റെ വാല്യൂ ഇനിഷ്യലി 0 ആയിരിക്കും. To speed up search, store current sum and corresponding index to a dictionary. നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നു ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n സ്ക്വയർ ആവാൻ കാരണം 0 തൊട്ട് j മൈനസ് 1 വരെയുള്ള ആ സെർച്ചാണ്. ആ സെർച്ചിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? കറന്റ് സമ്മിനെയും കറസ്പോണ്ടിങ് ഇൻഡെക്സിനെയും ഒരു ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യും. ഇനി ലോജിക്ക് നോക്കാം. ഇനിഷ്യലി കറന്റ് സമ്മിന്റെ വാല്യൂ 0 ആണ്. നമ്മൾ ഈ അറയിലൂടെ ഐട്രേറ്റ് ചെയ്യും ഒരു വേരിയബിൾ i ഉപയോഗിച്ച്. കറന്റ് സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് i. കറന്റ് സമ്മിന്റെ വാല്യൂ അറേ ഓഫ് i കൊണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഇഫ് കറന്റ് സം ഈക്വൽ ടു k, അങ്ങനെയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും 0 to i. ഇഫ് കറന്റ് സം മൈനസ് k ഇൻ d, റിട്ടേൺ d ഓഫ് കറന്റ് സം മൈനസ് k പ്ലസ് 1 ആൻഡ് i. d കറന്റ് സം ഈക്വൽ ടു i. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാ? ഓർഡർ ഓഫ് n. സ്പേസ് കോംപ്ലക്സിറ്റിയോ? ഓർഡർ ഓഫ് n. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഡിക്ഷണറി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡിക്ഷണറിയുടെ ഇനിഷ്യൽ വാല്യൂ empty ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കറന്റ് സം എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് പോപ്പുലേറ്റ് ചെയ്ത്. എത്ര കറന്റ് സംസ് പോസിബിൾ ആണ്? ലെങ്ത് ഓഫ് അറേ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആവുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നേരത്തെ പറഞ്ഞ ആ ലോജിക്ക് കാണാം. ഇവിടെ ഒരു അറേ ഉണ്ട്. 1 4 20 3 10 5. കെയുടെ വാല്യൂ 33 ആണ്. ഇനിഷ്യലി കറന്റ് സം 0യും ഡിക്ഷണറിയുടെ വാല്യൂ empty ആണ്. നമ്മൾ i എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉപയോഗിച്ചാണ് ഈ അറയിലൂടെ ഐട്രേറ്റ് ചെയ്യുന്നത്. ഇനിഷ്യലി ഐയുടെ വാല്യൂ 0 ആണ്. അന്നേരം കറന്റ് സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് 0. അങ്ങനെ നമുക്ക് കറന്റ് സമ്മിന്റെ വാല്യൂ 1 കിട്ടി. ഈ 1 ഈക്വൽ ടു k ആണെന്ന് നോക്കി. 33 ആണെന്ന് നോക്കി. അല്ല. കറന്റ് സം മൈനസ് k. ഇനി കറന്റ് സം മൈനസ് k എന്ന് പറഞ്ഞാൽ 1 മൈനസ് 33 മൈനസ് 32 ആണ്. അത് ഈ മോളിൽ കാണുന്ന ഈ ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് നോക്കും. ഡിക്ഷണറിയിൽ ഇല്ല. ഇനി എന്താ ചെയ്യുക? ഡിക്ഷണറിയിലോട്ട് 1നെയും 0നെയും വെക്കും. 1 കറന്റ് സമ്മും 0 ഇൻഡെക്സും ആണ്. ഇനി ഐയുടെ വാല്യൂ 1 ആയി. ഇപ്പൊ കറന്റ് സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് 1 ആയി. അങ്ങനെ നമുക്ക് 1 പ്ലസ് 4 കിട്ടി 5 ആയി. 5 ഈക്വൽ ടു k ആണോ നോക്കി. അല്ല.
5 മൈനസ് കെ 5 മൈനസ് 33 ആണോ നോക്കി, അത് മൈനസ് 28 ആണ്. അത് ഡിക്ഷണറിയിൽ ഉണ്ടോന്ന്, ഈ 10 എന്ന് പറഞ്ഞ ഡിക്ഷണറിയിൽ ഉണ്ടോന്ന് നോക്കി, ഡിക്ഷണറിയിലില്ല. ഇനി നമ്മൾ എന്താ ചെയ്തേ, 51നെ ഈ മോളിൽ കാണുന്ന ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്ത്. ഇനി അയുടെ വാല്യൂ 2 ആയി. ഇപ്പൊ കറന്റ് സം 25 ആയി. ഈ 25 ഈക്വൽ ടു 33 ആണോ നോക്കി, അല്ല. ഇനി കറന്റ് സം മൈനസ് കെ 25 മൈനസ് 33 മൈനസ് 8 ഡിക്ഷണറിയിൽ ഉണ്ടോ നോക്കി, ഈ കാണുന്ന ഡിക്ഷണറി 1051 എന്ന് പറഞ്ഞ ഡിക്ഷണറി ഇല്ല. ഇനി 25നെയും 2നെയും ഈ ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്ത്. ഇനി അയുടെ വാല്യൂ 3 ആയി. കറന്റ് സം ഇപ്പൊ 28 ആയി. 28 ഈക്വൽ ടു 33 അല്ല. 28 മൈനസ് 33 നോക്കി, മൈനസ് 5. അത് ഈ മോളിൽ കാണുന്ന ഡിക്ഷണറിയിൽ ഉണ്ടോ നോക്കി, ഡിക്ഷണറിയിൽ ഇല്ല. ഇപ്പൊ നമ്മൾ 28നെയും 3ലെ ഈ മോളിൽ കാണുന്ന ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്ത്. ഇനി അയുടെ വാല്യൂ 4 ആയി. ഇപ്പൊ കറന്റ് സം എന്ന് പറഞ്ഞാൽ 38 ആണ്. 38 ഈക്വൽ ടു 33 ആണോ നോക്കി, അല്ല. കറന്റ് സം മൈനസ് കെ, അത് 5 ആണ്. 5 ഇൻ ഡിക്ഷണറി ആണോ നോക്കി, അതായത് ഈ 5 ഈ മുകളിലത്തെ ഈ ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് നോക്കി, ഡിക്ഷണറിയിൽ ഉണ്ട്. നമ്മൾ എന്തായിരിക്കും ചെയ്യുക, ഈ 5ന്റെ വാല്യൂ എത്രയാന്ന് നോക്കി ഡിക്ഷണറിയിൽ, അത് എത്രയാ, 1 അല്ലേ. 1 പ്ലസ് 1 ചെയ്ത് അങ്ങനെ നമുക്ക് 2 കിട്ടി. ഇപ്പോഴത്തെ ഇൻഡെക്സ് എത്രയാ, 4. അങ്ങനെ നമുക്ക് ആൻസർ ആയിട്ട് 24 എന്ന് കിട്ടി. നമുക്ക് സബ്അറേ വിത്ത് ഗിവൺ സമ്മിന്റെ കോഡ് കാണാം. ഡി ഈക്വൽ ടു കർലി ബ്രാക്കറ്റ്സ്. ഇവിടെ നമ്മളൊരു എം ഡി ഡിക്ഷണറി ഇനിഷ്യലൈസ് ചെയ്യാണ്. കറന്റ് സം ഈക്വൽ ടു 0, n ഈക്വൽ ടു ലെങ്ത് ഓഫ് അറേ ഫോർ i ഇൻ റേഞ്ച് 0 to n. ഇവിടെ i എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾ അറേയിലൂടെ ഐറ്ററേറ്റ് ചെയ്യാണ്. കറന്റ് സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് i. കറന്റ് സമ്മിന്റെ വാല്യൂ അറേ ഓഫ് i വെച്ചാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇഫ് കറന്റ് സം ഈക്വൽ ടു k റിട്ടേൺ 0i. ഇഫ് കറന്റ് സം മൈനസ് k ഇൻ d റിട്ടേൺ d ഓഫ് കറന്റ് സം മൈനസ് k പ്ലസ് 1i. d ഓഫ് കറന്റ് സം ഈക്വൽ ടു i. ഇവിടെ നമ്മൾ d എന്ന് പറഞ്ഞ ആ ഡിക്ഷണറിയിലോട്ട് കറന്റ് സമ്മും കറസ്പോണ്ടിങ് ഇൻഡെക്സും സ്റ്റോർ ചെയ്യാണ്. സബ്അറേ വിത്ത് ഗിവൺ സം k എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ -1 റിട്ടേൺ ചെയ്യും. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞ ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആവാൻ കാരണം എന്താണ്, ഇവിടെ നമുക്കുള്ള ഡിക്ഷണറി ഡിയുടെ ലെങ്ത് എന്ന് പറഞ്ഞ ഓർഡർ ഓഫ് ലെങ്ത് ഓഫ് അറേ ആണ്. അതുകൊണ്ടാണ് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ n ആവുന്നത്. ഇവിടെ ആയിട്ടൊരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. ഈ ഇഫ് കണ്ടീഷനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. d ഈക്വൽ ടു 0 - 1 എന്ന് നിങ്ങൾ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഫ് കണ്ടീഷനെ റിമൂവ് ചെയ്യാൻ പറ്റും.